ഹലോ ഓൾ, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറൈസിങ് സെയിം സെക്സ് ഡിസയർ എന്ന് പറയുന്ന ഒരു എസ്സെയാണ്. പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹോമോസെക്ഷുവാലിറ്റി. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ വാട്ട് ഈസ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിനുള്ള ആൻസറാണ് കൊടുക്കുന്നത്. സെക്ഷൽ അട്രാക്ഷൻ ഫോർ ദോസ് ഓഫ് വൺസ് ഓൺ സെക്സ്, സെയിം സെക്സ് ആയിട്ടുള്ള ആൾക്കാർക്കിടയിലുള്ള ഒരു സെക്ഷൽ അട്രാക്ഷനെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിനുള്ളിൽ ചില ആംബിഗിറ്റീസ് ഉണ്ട്. അത് ചില സർക്കംസ്റ്റാൻസസിലെടുത്ത് പ്രയോഗിക്കുമ്പോൾ മാത്രമേ അതിനകത്തുള്ള പ്രോബ്ലം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആ പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് ആദ്യമേ തന്നെ പറയുന്നത്. പല ആൾക്കാരും പല രീതിക്കാണ് ഹോമോസെക്ഷുവാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിലും ചില സിറ്റുവേഷൻസിൽ വരുമ്പോഴത്തേക്കും അതിനുള്ളിൽ തന്നെ ഒരു ആംബിഗിറ്റി കാണും. അപ്പോൾ ഇവിടെ തന്നെ ഒരു ആർഗ്യുമെൻ്റ് അവിടെ വരുന്നുണ്ട്. ദ ഓഥർ ഈസ് ടോക്കിംഗ് അബൌട്ട് എ മെയിൽ. ആ മെയിലിന് ഒരു ഭാര്യയുണ്ട്, അതിൽ മക്കളുമുണ്ട്. ബട്ട് സ്റ്റിൽ ഹീ ഈസ് ഹാവിങ് കാഷ്വൽ റിലേഷൻഷിപ്പ് അല്ല, കാഷ്വൽ സെക്സ് വിത്ത് അതർ മെൻ. അത് പുള്ളിക്കാരന് ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. പക്ഷേ വീക്കിലിയോ അങ്ങനെ കാഷ്വലായിട്ട് ബാക്കിയുള്ള പുരുഷന്മാരുമായിട്ട് ഒരു കാഷ്വൽ സെക്സും വരുന്നുണ്ട്. ആ രീതിക്ക് അങ്ങനെ പറയുമ്പം അയാളെ ഹോമോസെക്ഷൽ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവരുടെ മൈൻഡിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, എയ്ഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് നടന്നു. ആ റിസർച്ചിന് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ കുറേ പേരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിച്ചു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം സെയിം സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാർ അവരെ തന്നെ ഹോമോസെക്ഷലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്തത്. അപ്പോൾ പുരുഷന്മാരെ മാത്രമായിട്ടും പറയുന്നില്ല, സ്ത്രീകളുടെ കാര്യത്തിലും ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സ്ത്രീ അവളെ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്ന ലെസ്ബിയൻ എന്നാണ്. പക്ഷേ ഒരു മാനുമായിട്ട് ഒരു ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പും അവിടെ നടക്കുന്നുണ്ട്, അങ്ങനൊരു റിലേഷൻഷിപ്പും ഉണ്ട്. ആ കേസിൽ അവളെ ഹോമോസെക്ഷൽ എന്ന് വിളിക്കാവോ? ബിക്കോസ് അവൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് ലെസ്ബിയൻ എന്നാണ്, പക്ഷേ അവിടെ ഒരു കാഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് വരുന്നത് ഒരു മാനുമായിട്ടാണ്. അങ്ങനെയുള്ളപ്പം അത് ഹോമോസെക്ഷൽ ആണോ? അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ഗേ ആയിട്ടുള്ള ഒരു പുരുഷനുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവളെ ഏത് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ്. സ്ത്രീ ആയിട്ടാണോ, പുരുഷനായിട്ടാണോ, കാഷ്വൽ ആയിട്ടാണോ, ആരോട് കാഷ്വൽ ആയിട്ടാണ്, ആരോട് ലീഗലി ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻറ്റൻഷൻ ഓഫ് സെക്സ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് മാത്രമാണോ ഒരാളെ ഹോമോസെക്ഷലായിട്ട് കണക്കാക്കേണ്ടത്? അതാണോ ക്രൈറ്റീരിയ? ഇതിന് ശേഷം റൈറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ട് സ്ട്രീംസ് ഓഫ് തോട്ടിനെ എടുത്തിട്ട് അതിനെ ഹോമോസെക്ഷുവാലിറ്റിയെ അത് എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഈ രണ്ട് സ്ട്രീംസും ഇതിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കൺസ്ട്രക്ഷനിസ്റ്റ് തോട്ടിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇൻഹറൻ്റ് അല്ല, ഇന്നേറ്റ് അല്ല, ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കാര്യമല്ല. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പം ആ ഒരു സമയത്താണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ നമ്മളുടെ ഒരാളുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്നാണ് ഈ വ്യൂവിനകത്ത് പറയുന്നത്. ഓൾസോ ഒരു പെർട്ടിക്കുലർ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ട്രെയ്റ്റ്സും കാര്യങ്ങളും ഒന്നും ഫിക്സഡ് അല്ല, യൂണിവേഴ്സൽ അല്ല. യൂണിവേഴ്സലുള്ള എല്ലാ ആൾക്കാർക്കും ഒരേ സെക്ഷൽ ഐഡൻറ്റിറ്റി ഉള്ള എല്ലാ ആൾക്കാർക്കും ഒരേ ട്രെയ്റ്റ്സ് കാണപ്പെടുന്നില്ല എന്നാണ് ഈ കൺസ്ട്രക്ഷനിസ്റ്റ് വ്യൂ പോയിന്റിൽ കാണുന്നത്. പിന്നെ പറയുന്നത്, ഒരു കൾച്ചറിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൽ ഐഡൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്തേക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരു കൾച്ചറിൽ. ഒരു കൾച്ചറിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇന്ന ഫീച്ചേഴ്സ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരാളെ സ്ത്രീ എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കൾച്ചറിലോട്ട് പോകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. ഈ കൾച്ചറിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കത്തേയില്ല അടുത്ത കൾച്ചറിൽ വരുന്നത്. സോ ഓരോ കൾച്ചർ മാറിക്കൊണ്ടിരിക്കും തോറും പല പല ചേഞ്ചസ് വരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ ട്രെയ്റ്റ്സ് ഒന്നും ഫിക്സഡ് അല്ല, യൂണിവേഴ്സാലിറ്റി ഇല്ല. ഓൺ ദ അതർ ഹാൻഡ്, എസെൻഷ്യലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സെക്ഷൽ ഐഡൻറ്റിറ്റീസ് ആർ ഇന്നേറ്റഡ് അല്ല, ഇന്നേറ്റ്.
എന്ന് വെച്ചാൽ ബയോളജിക്കലി ഫോം ചെയ്ത കാര്യങ്ങളാണ്, അല്ലാണ്ട് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഒരാൾ എങ്ങനെയാണോ ജനിക്കുന്നത് അത് പറയും അയാളുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത്. അത് അയാളുടെ ചോയ്സ് അല്ല, അയാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അത് സോഷ്യൽ ഇൻഫ്ലുവൻസിലൂടെ മാറുന്ന കാര്യമല്ല, അത് അല്ലാണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമോ അങ്ങനെ ഒന്നുമല്ല. ഇറ്റ് ഈസ് ബയോളജിക്കലി ഫോംഡ്, അത് ഇന്നേറ്റുമാണ്, നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ചേഞ്ച് ചെയ്യുക എന്നുള്ള ചോയ്സ് നമുക്കില്ലേ ഇല്ല. പിന്നെ വരുന്നത് ദേ ആർ ഫിക്സഡ് ആൻഡ് യൂണിവേഴ്സൽ. ഏത് രാജ്യമായിക്കോട്ടെ, ഏത് കോണ്ടിനെൻ്റ് ആയിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആയിരിക്കും, ഫിക്സഡ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കൾച്ചറിനെ പറ്റിയിട്ടൊന്നും തന്നെ പറയുന്നില്ല. കൾച്ചർ ഇതിനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ യൂണിവേഴ്സൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ ബീങ്സിന് ഏത് സ്ഥലത്ത് പോയാലും ഏത് കൾച്ചറിൽ ചെന്നാലും ഒരേ നേച്ചറായിരിക്കും. അതിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു പെർട്ടിക്കുലർ കൾച്ചറിൽ ഇതാണ് ഡെഫിനിഷൻ, ഒരു പെർട്ടിക്കുലർ കൾച്ചറിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിന് പൊതുവേ ഉള്ള ഒരു നേച്ചർ കാണും, അത് തന്നെ എല്ലായിടത്തും ഫോളോ ചെയ്യുകയും ചെയ്യും. അത് യൂണിവേഴ്സലാണ് എന്നുള്ള കാര്യമാണ്. ഫിക്സഡ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് കാണും എന്ന് തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും പറയുന്നത്. ഓൾസോ അവർ സയൻറ്റിഫിക് റിസർച്ചും കാര്യങ്ങളും ഒക്കെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എന്തോ പറ്റുന്നതെന്ന് വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷനിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിനെയും അതേപോലെ ഹോമോസെക്ഷുവാലിറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന എസെൻഷ്യലിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിനെയും അതിൻ്റെ നേരെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയാസ് യൂസ് ചെയ്ത് തന്നെ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം കൺസ്ട്രക്ഷനിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിനെ അത് ഹോമോഫോബിയയ്ക്ക് സപ്പോർട്ടീവായിട്ട് എങ്ങനെ തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്നാണ് കൺസ്ട്രക്ഷനിസ്റ്റ് തിയറി പറയുന്നത്. അല്ലെങ്കിൽ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് അല്ലേ, എപ്പോൾ വേണമെങ്കിലും തിരിയാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അതുകൊണ്ട് തന്നെ ലീഗലി ഇത് വാലിഡ് അല്ല. ഇതിന് ഒരു റൈറ്റ്സും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ ഇൻഫ്ലുവൻസ് കാരണം ഒന്ന് നിങ്ങൾ സെക്ഷൽ ഐഡൻറ്റിറ്റി മാറ്റി പറഞ്ഞു, ഇനിയും നിങ്ങൾ മാറ്റി പറയാനായിട്ട് ചാൻസ് കാണും. കാരണം ഇത് ബയോളജിക്കൽ അല്ല, ഇത് യൂണിവേഴ്സൽ ട്രെയ്റ്റ്സ് ഇല്ല, ഫിക്സഡ് ട്രെയ്റ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. സോഷ്യൽ ഇൻഫ്ലുവൻസിലൂടെ നിങ്ങൾ പറയുന്നു നിങ്ങൾ യു ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആസ് സംതിങ്. അപ്പം അങ്ങനെ നിങ്ങളുടെ ചോയ്സിൽ കൂടെ എടുക്കുന്നൊരു സാധനമാണ്. ഇന്ന് നിങ്ങളൊന്ന് പറഞ്ഞു, നാളെ നിങ്ങൾ മാറ്റി പറയാം, അതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ ഐഡൻറ്റിറ്റി ആയിട്ട് ഇതിനെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അവർ പറയുന്നുണ്ടല്ലോ ഓരോ കൾച്ചറിലും അതിൻ്റേതായ ഡെഫിനിഷൻ ഉണ്ടെന്ന്, ഓരോ സെക്ഷൽ ഐഡൻറ്റിറ്റീസിനും അതിൻ്റേതായ ഡെഫിനിഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ അവർ ഈ പോയിൻ്റ് എടുത്തിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ പല കൾച്ചേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോഴും പല പല ഡെഫിനിഷൻ ഉണ്ടായിക്കോട്ടെ, ഞങ്ങളുടെ കൾച്ചറിൽ വരുമ്പം ഹോമോസെക്ഷുവാലിറ്റീനെ നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒന്നായിട്ടല്ല കാണുന്നത്. അതിനെ എങ്ങനെയെങ്കിലും അതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഇമ്മോറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവർക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. ചില കൾച്ചറിൽ അവർ അക്സെപ്റ്റ് ചെയ്യും, ഹോമോസെക്ഷുവാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഞങ്ങളുടെ കൾച്ചറിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് വി ഹാവ് ദാറ്റ് റൈറ്റ് ടു ഡിഫൈൻ. സെക്ഷൽ ഐഡൻറ്റിറ്റീനെ ഡിഫൈൻ ചെയ്യാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ കൾച്ചറിനുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഡിഫൈൻ ചെയ്യും. ഇമ്മോറലായിട്ടായിരിക്കും അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അൺനാച്ചുറലായിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഐഡിയ തന്നെയാണ് പല പല കൾച്ചറിലും പല പല ഡെഫിനിഷനാണ് ഐഡൻറ്റിറ്റീസിന് കൊടുക്കുന്നത്. അവരെന്തിനാ അത് ആക്ച്വലി യൂസ് ചെയ്തേ? അത് യൂണിവേഴ്സലി ഫിക്സഡ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ഇല്ല എന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്. പക്ഷേ അത് തിരിച്ച് അവർക്ക് തന്നെ എതിരായി. ഇതുപോലെ തന്നെയാണ് എസെൻഷ്യലിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിനെ എടുത്തിട്ട് ഹോമോസെക്ഷാലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എസെൻഷ്യലിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ പ്രകാരം സെക്ഷൽ ഐഡൻറ്റിറ്റി ഈസ് ഇന്നേറ്റ്, ഇറ്റ് ഈസ് ബയോളജിക്കൽ. അപ്പോൾ ഒരാൾ ജനിക്കുന്നത് തന്നെ അയാളുടെ ഒരു പെർട്ടിക്കുലർ സെക്ഷൽ ഐഡൻറ്റിറ്റി കൊണ്ടുവന്നായിരിക്കും. അതൊരിക്കലും സോഷ്യൽ ഇൻഫ്ലുവൻസിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അപ്പം ഹോമോസെക്ഷാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതെങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്നത് നോക്കാം. അവർ പറയുന്നതെന്ന് വെച്ചാൽ യെസ്, ഒരാൾ ഗേ ആയിട്ടാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ ലെസ്ബിയൻ ആയിട്ടാണ് ജനിക്കുന്നത്, ഇന്നേറ്റ് ആയിട്ട് കിട്ടിയ സെക്ഷൽ ഐഡൻറ്റിറ്റി അതാണ്. അപ്പം നിങ്ങൾ സൊസൈറ്റി വന്നിട്ട് പറയുകയാണ് യു ഷുഡ് ബി ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ സൊസൈറ്റി ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, അത് മാറ്റെന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അക്കോർഡിംഗ് ടു യോർ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇൻഫ്ലുവൻസിലൂടെ എനിക്ക് എൻ്റെ സെക്ഷൽ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ ജനിച്ചതേ ഗേ ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചതേ ലെസ്ബിയൻ ആയിട്ടാണ്. അപ്പം നിങ്ങളുടെ ഇൻഫ്ലുവൻസിലൂടെ നിങ്ങൾ വന്നിട്ട് ഹെട്രോസെക്ഷൽ ആവൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അവർ തന്നെ കൊണ്ടുവന്ന ആ ഒരു എലമെൻറ്റ്, ഒരു പോയിൻ്റ് എടുത്തിട്ട്, ഒരു എസെൻഷ്യലിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൻ്റെ മെയിൻ ഐഡിയ എടുത്തിട്ട് അത് ഹോമോസെക്ഷാലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സിവിൽ റൈറ്റ്സും വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള റൈറ്റ്സ് വേണം. ബിക്കോസ് ഞങ്ങൾ ഇങ്ങനെയാണ് ജനിച്ചത്, ബയോളജിക്കലി ഞങ്ങൾ ഇങ്ങനെയാണ് ജനിച്ചത് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എസ്സേയുടെ സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻവെൻഷൻ ഓഫ് ഹോമോസെക്ഷാലിറ്റി. എങ്ങനെയാണ് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനൊരു കാറ്റഗറി വേൾഡിലേക്ക് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പല തിയറിസ്റ്റും പല കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷനാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. അപ്പം ദ ഹിസ്റ്ററി ഓഫ് സെക്ഷാലിറ്റി എന്ന് പറയുന്ന ഫൂക്കോയുടെ ഒരു ടെക്സ്റ്റിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് മോഡേൺ എറയിലെ ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റീനെ പറ്റിയിട്ട് അതെങ്ങനെയാണ് വന്നത് എന്നാണ് പറയുന്നത്. ഈ മോഡേൺ ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിന് അതിനും മുൻപേ ഈ സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. എന്ന് തൊട്ടാണോ സ്പെഷ്യൽ ക്യാരക്ടറൈസേഷൻ ഓരോ കാറ്റഗറിക്കും ഓരോ ഐഡൻറ്റിറ്റിക്കും സെക്ഷൽ ഐഡൻറ്റിറ്റിക്കും ഓരോ ഫീച്ചേഴ്സ് കൊടുത്ത് ഇന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന സെക്ഷൽ ഐഡൻറ്റിറ്റിയിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ മാനറിസംസ് ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ക്യാരക്ടറൈസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു സെപ്പറേറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത്. ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അതിന് മുന്നേ വരെ സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതൊരു സെപ്പറേറ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് അതിനില്ലായിരുന്നു. ഒരു 1870s ഒക്കെ ആ ഒരു ടൈമിലാണ് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നതും മെഡിക്കൽ ഡിസ്കോഴ്സസിലും കാര്യങ്ങളിലും ഒക്കെ അതൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത്, ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് ഒരു 1870s എന്ന് പറയുന്നൊരു ടൈമിലാണ്. അതോടുകൂടി ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇറ്റ് ബിക്കെയിം ജസ്റ്റ് അബൌട്ട് സെക്ഷൽ ആക്ട്സിനെ പറ്റി മാത്രം പറയുന്ന ഒരു കാറ്റഗറി മാത്രമായി ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്ത് മാത്രം അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു സമയം തൊട്ടാണ് സെക്ഷൽ ആക്ട്സ് വെച്ച് മാത്രം അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത്. അതിന് മുൻപേ വരെ, ഈ 1870s മുൻപേ വരെ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെയിം സെക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു റിലീജിയണോ റിലീജിയസ് ലോയോ അല്ലെങ്കിൽ നമ്മളുടെ സിവിൽ ലോസോ ഒന്നും ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് അവരുടെ കണ്ണിൽ അത് ഇമ്മോറലായിരുന്നു. അത് ഓൾസോ അതൊരു കൈൻഡ് ഓഫ് ടെംപ്റ്റേഷനാണ്. ആര് വേണമെങ്കിലും വീണു പോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടെംപ്റ്റേഷനായിരുന്നു സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫോർബിഡനാണ്. ആ ടെംപ്റ്റേഷനിൽ ആരും വീഴുകയും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അവർക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത്. 1870s മുൻപേ ഉള്ള സമയത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെംപ്റ്റേഷനെ ഒരിക്കലും ഒരാളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ചൂസ് ചെയ്യത്തില്ലല്ലോ. ആ ഒരു കേസിൽ ഈ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ആരും തന്നെ കണക്ക് കൂട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കേസ് അതല്ല. ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല, ഒരു ഹോൾ സ്പീഷീസ് തന്നെ ആയി മാറിയിരിക്കുകയാണ്. പിന്നെ വരുന്നത് ഹോമോസെക്ഷാലിറ്റി ഇൻ റെനൈസൻസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന അലൻ ബ്രെയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഈ ടെക്സ്റ്റിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിഷ്യലി ഒരു 17th century ലേറ്റ് 17th centuryയിൽ തന്നെ ഹോമോസെക്ഷാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ഒരു ടേം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ടേം ആ സമയത്താണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട്സും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ ടേം മാത്രം വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന ടേം ഡസൻ ബിലോങ് ടു ദാറ്റ് ഏജ്. ആ ടേം ആ ഏജിലില്ല, പക്ഷേ ആ ടേമിൻ്റെ മീനിങ് എന്താണോ അത് ആ ഏജിലുണ്ടായിരുന്നു.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, റിലീജിയസ് ആയിട്ടുള്ള ലോസും സിവിൽ ലോസും കാര്യങ്ങളുമൊക്കെ ഇതിനെ ഒരു ടെംപ്റ്റേഷൻ മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. അതെന്താണ് അങ്ങനെ കണ്ടിരുന്നതെന്ന് വെച്ചാൽ ഡിബൗച്ചറി എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ലെസ്റ്റ്, ഈ എക്സ്ട്രീം ആയിട്ടുള്ള ലെസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് നമ്മളുടെ ഹോമോസെക്ഷുവാലിറ്റിയെ ആ സമയത്ത് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഹോമോസെക്ഷുവാലിറ്റി, എക്സ്ട്രീം ലെസ്റ്റിനകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്നാണ് കൺസിഡർ ചെയ്തത്. ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള അങ്ങനെ ഒരു വേർതിരിവില്ലാത്തത് കൊണ്ട് തന്നെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരതിനെ ഒരു ടെംപ്റ്റേഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു 17th സെഞ്ച്വറിയിൽ അതിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അതിനെ കൺസിഡർ ചെയ്തത്. ഇതും കഴിഞ്ഞ് ഒരു 50 years കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ മോഡേൺ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സബ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഫോമിൽ എത്തിയത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദ റോൾ ഓഫ് മോളി ഹൗസസ് എന്ന് പറയുമ്പം അത് ഒരിക്കലും ഒരു സെക്ഷൽ ആക്ട് നടക്കുന്ന ഒരു സ്ഥലമെന്നല്ല പറയുന്നത്. മോളി ഹൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ക്ലബ്. അവർ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഗേമെൻ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഗ്യാദർ ചെയ്തിട്ട് സെയിം സെക്ഷൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാം മെന്നെല്ലാം കൂടെ ഗ്യാദർ ചെയ്തിട്ട് അവർ ചുമ്മാ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം അവിടെ ഒരു ജസ്റ്റ് ഒരു ഗ്യാതറിങ്, ഈ ഗ്യാതറിങ് നടക്കുന്ന ഒരു പ്ലേസാണ് മോളി ഹൗസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി വിതിൻ എ കമ്മ്യൂണിറ്റി, ഒരു ഹോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നതേ ഒരു കമ്മ്യൂണിറ്റിയാണ്. മാൻ കൈൻഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിനുള്ളിലെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റിയാണ് ഗേസ് എന്ന് പറയുന്നത്. അതിനകത്തുള്ളിലെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റിയാണ് ഈ നമ്മൾ ഈ പറയുന്ന മോളി ഹൗസിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി വിത്തിൻ എ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മോളി ഹൗസിലൂടെ വന്നു. അങ്ങനെയാണ് മോഡേൺ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം കുറച്ചും കൂടെ വേറൊരു ഫോർമേഷൻ സ്റ്റേജിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തതിലോടുകൂടി അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിങ് സ്റ്റൈൽ വന്നു. അവർക്ക് വേണ്ടിയ ഒരു സെപ്പറേറ്റ് മാനറിസംസ്, അവരിങ്ങനെയാണ് ചില ജസ്റ്റേഴ്സ്, അങ്ങനെ അവർക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഡ്രസ്സിങ് ജസ്റ്റേഴ്സ്, മാനറിസംസ്, വേ ഓഫ് സ്പീക്കിംഗ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കോമൺ ആയിട്ടുള്ള രീതിയിൽ വന്നു തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ വന്ന് ഇതിനെ ഒരു ഒഫീഷ്യലി ഒരു കാറ്റഗറി ആയിട്ട് മാറിയത്. ജോൺ ഡി എമിലിയോയുടെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്സിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഇതിൻ്റെ ഫോർമേഷനെ പറ്റി അദ്ദേഹം സംസാരിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റി കുറച്ചും കൂടെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റലിസം വന്നതോടുകൂടി ഫാമിലി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, എക്കണോമിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലാതെ മാറി. ഇതൊരു അഫക്റ്റീവ് യൂണിറ്റ് മാത്രമായിട്ട് മാറി. അത് ഗുഡ്സ് ഒന്നും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും മാത്രമേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു ഗുഡ്സും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഒരു അഫക്റ്റീവ് യൂണിറ്റ് മാത്രമായിട്ട് മാറി. അപ്പം ഫാമിലി എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യൻ്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് അവർക്ക് ജസ്റ്റ് ഇമോഷണൽ കണക്ഷൻ മാത്രമായിട്ട് മാറി. അല്ലാണ്ട് അവർക്ക് വേണ്ടുന്ന അവർ പ്രൊഡ്യൂസ് ചെയ്യുക, അവർ കൺസ്യൂം ചെയ്യുക, അങ്ങനെ പറയുന്നൊരു സാധനമേ അവിടെ ഇല്ല. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഫ്രീ ലേബർ വന്നതോടുകൂടി ഫാമിലീസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവർ പുറത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എടുക്കുക, കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി. വേസ്റ്റ് ലേബർ ഉണ്ടായിരുന്ന ആ ഒരു സമയത്താണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിരുന്നത്. വേസ്റ്റ് ലേബർ എടുത്ത് കളഞ്ഞ് ഫ്രീ ലേബർ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ സൊസൈറ്റിയിലേക്ക് വിസിബിളായി തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ വേസ്റ്റ് ലേബർ ഉള്ള സമയത്ത് ഫാമിലിക്കുള്ളിലായിരുന്നു അത് ഹെട്രോസെക്ഷൽ ഐഡൻറ്റിറ്റി മാത്രമായിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫ്രീ ലേബർ ആയതോടുകൂടി ഈ ഹെട്രോസെക്ഷൽ ഫാമിലിയുടെ ഒരു മെമ്പർ ആവാനായിട്ട് അവർക്ക് താല്പര്യമില്ലാണ്ടായി. അതോടുകൂടി ഹെട്രോസെക്ഷൽ ഫാമിലിയിൽ നിന്നും പുറത്ത് മാറി നിൽക്കാൻ വേണ്ടി അവർ ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റി വിസിബിൾ ആക്കി തുടങ്ങി എന്നാണ് പറയുന്നത്.
ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദീസ് തിയറീസ് ഡീൽ ഓൺലി വിത്ത് ഹോമോസെക്ഷാലിറ്റി അല്ല, മെയിൽ ഹോമോസെക്ഷാലിറ്റി. ഗേ മെന്നിനെ പറ്റിയിട്ട് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫീമെയിൽ ഹോമോസെക്ഷാലിറ്റിയെ പറ്റിയിട്ട് യാതൊരുവിധ കാര്യങ്ങളും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം അവർ സെപ്പറേറ്റ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെയാണ്. പിന്നെ വരുന്നത് നമ്മളുടെ കൊളോണിയൽ എറയിൽ എന്തുമായിരുന്നു, ഓൾമോസ്റ്റ് ഒരുപാട് കൺട്രീസ് നമ്മളുടെ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ജുഡീഷ്യൽ സിസ്റ്റം ആയിരുന്നു പലയിടത്തും ഫോളോ ചെയ്തിരുന്നത്. ബ്രിട്ടീഷ് ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൽ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്രിമിനലൈസ് ചെയ്തതോടുകൂടി മെയിൽ ടു മെയിൽ റിലേഷൻഷിപ്പാണ് ഒരു ക്രിമിനൽ ആക്ട് എന്നുള്ള രീതിയിൽ വന്നത്. പക്ഷേ ദേ ജസ്റ്റ് ഇഗ്നോർഡ് ഫീമെയിൽ ഹോമോസെക്ഷാലിറ്റി. അപ്പോൾ ഫീമെയിൽ ഹോമോസെക്ഷാലിറ്റി ഇഗ്നോർ ചെയ്ത് മെയിൽ ഹോമോസെക്ഷാലിറ്റി മാത്രം ക്രിമിനലൈസ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നോയിങ്ലി ഓർ അൺനോയിങ്ലി ഫീമെയിൽ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ലീഗൽ ഐഡൻറ്റിറ്റി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് അവരറിയാണ്ട് തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലായി മാറി. കാരണം അവർ ക്രിമിനലൈസ് ചെയ്ത ഏതാണ്, മെയിൽ ടു മെയിൽ റിലേഷൻഷിപ്പിനെയാണ് ക്രിമിനലൈസ് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് മാത്രം എടുത്തു പറയുന്നതിലോടുകൂടി ഫീമെയിൽ ടു ഫീമെയിൽ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ്ഡ് ആയി മാറിയിരിക്കുകയാണ്. ഈ ഡിഫോൾട്ടായിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ കുറ്റമല്ല, കാരണം അതിനകത്ത് പറയുന്നില്ല. മെയിൽ ടു മെയിൽ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഫീമെയിൽ ടു ഫീമെയിൽ എന്ന് എടുത്ത് പറയാത്ത പക്ഷം അത് ഒരു ക്രിമിനൽ ആക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സർപാസിങ് ദ ലവ് ഓഫ് മെൻ എന്ന് പറയുന്ന ലിലിയൻ ഫെയ്ഡർമാൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ബിഫോർ 20th സെഞ്ച്വറി തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിമൻ എന്ന് പറയുന്നൊരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് സെക്ഷൽ ആക്ട് ഇൻക്ലൂഡ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കേസല്ല, പക്ഷെ അങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടോ അതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള കാര്യമായിട്ടോ ഇമ്മോറലായിട്ടുള്ള കാര്യമായിട്ടോ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനെ എന്താണ് അഗ്രസീവ് സെക്ഷുവാലിറ്റി ഓഫ് എ ലെസ്ബിയൻ എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് അൺവുമൺലി ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അൺവുമൺലി ഫാഷനിൽ നടക്കുന്ന ഒരു സ്ത്രീയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റഫർ എന്നുള്ള രീതിയിൽ മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. അല്ലാത്ത പക്ഷം അത് ഇമ്മോറലും അല്ല അൺനാച്ചുറലും ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു ആ ടൈമിൽ. ഈ ആറ്റിറ്റ്യൂഡ് എന്നാ ചേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം വന്നതോടുകൂടി അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നത്. ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിനകത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ സബോർഡിനേറ്റ് സ്റ്റേറ്റസ് എടുത്ത് കളഞ്ഞിട്ട് അവർക്കും ഒരു ഇക്വാലിറ്റി വേണം എന്നുള്ള രീതിയിലാണ്, സ്ത്രീകൾക്കും ഇക്വാലിറ്റി വേണം എന്നുള്ള രീതിയിൽ വന്നപ്പം കുറേ ആൾക്കാർ പറഞ്ഞു ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ടു ബി അബ്നോർമൽ. സബോർഡിനേറ്റ് സ്റ്റേറ്റസ് ആണ് നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റസ്. അതിനെ സബോർഡിനേറ്റ് സ്റ്റേറ്റസ് എടുത്ത് മാറ്റിയിട്ട് അവർക്ക് ഇക്വാലിറ്റി വേണം എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ടായിട്ടാണ്, ഈ ലെസ്ബിയനിസത്തിൻ്റെ റിസൾട്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എതിർക്കണം. അപ്പോൾ അവർ ഇക്വാലിറ്റി ചോദിച്ചു തുടങ്ങിയത് എന്ന് തൊട്ടാണോ അന്ന് തൊട്ടാണ് ഇത് പറയുന്നത് ലെസ്ബിയനിസം എന്ന് പറയുന്നത് ഒരു വേണ്ടാത്തൊരു കാര്യമാണ്, ലവ് ബിറ്റ്വീൻ വിമൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ റിസൾട്ടായിട്ടാണ് അവർ ഇക്വാലിറ്റി ചോദിക്കുന്നത്. ദേ ആർ ആസ്കിങ് ഫോർ ഇക്വാലിറ്റി ബിക്കോസ് ദേ ഹാവ് ദാറ്റ് ലവ് വിത്തിൻ ദം. അപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടം അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നോർമലായിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ സബോർഡിനേറ്റ് സ്റ്റേറ്റസ് വിച്ച് ഈസ് നാച്ചുറൽ, അവർ അക്കോർഡിംഗ് ടു ദം അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റസ് ആണ്. ആ സ്റ്റേറ്റസ് എടുത്ത് കളഞ്ഞിട്ട് അവർക്ക് ഇക്വാലിറ്റി വേണമെന്ന് നോർമലായിട്ടുള്ള ആരും ചോദിക്കത്തില്ല, അബ്നോർമലായിട്ടുള്ള ആൾക്കാരെ ചോദിക്കത്തുള്ളൂ. ഈ അബ്നോർമലായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ അബ്നോർമലായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനായിട്ടാണ് ഈ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് വന്നത്. വെലാരി ട്രബ് എന്ന് പറയുന്ന വേറൊരു ആന്ത്രപ്പോളജിസ്റ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഫീമെയിൽ ടു ഫീമെയിൽ ഇറോട്ടിക് ഡിസ്കോഴ്സസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു 1800 മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അത് യൂറോപ്യൻ ആന്ത്രപ്പോളജി, ട്രാവൽ നറേറ്റീവ്സ്, അനാറ്റമി ടെസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തതിലൂടെ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽ ടു ഫീമെയിൽ ഇറോട്ടിക് ഡിസ്കോഴ്സസ് ഒക്കെ മെയിൻ സ്ട്രീമിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലിറ്റോറിസിനെ ലെസ്ബിയനിസമായിട്ട് കണക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് യൂറോപ്യൻ ഡിസ്കോഴ്സസിനകത്ത് പലതിനകത്തും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ഫീമെയിൽ ടു ഫീമെയിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഹോൾ സെറ്റ് ഓഫ് വൊക്കാബുലറി തന്നെ, ഫീമെയിൽ ഇറോട്ടിക് ഡിസയറിനെ പറ്റിയിട്ടുള്ള ഹോൾ സെറ്റ് ഓഫ് വൊക്കാബുലറി തന്നെ വെസ്റ്റേൺ റൈറ്റേഴ്സിന് ഡ്യൂറിങ് ദാറ്റ് ടൈം അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എമർജൻസിൻ്റെ ഒരു പീരീഡായിരുന്നു, അങ്ങനൊരു സെക്ഷൽ ഐഡൻറ്റിറ്റിയുടെ എമർജൻസ് പീരീഡായിരുന്നു അതെന്ന് പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാലത്തും ഹിസ്റ്ററിയുടെ എല്ലാ ഭാഗത്തും എല്ലാ ക്ലാസിൻ്റെ ഇടയിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വിസിബിൾ ആവുന്ന തരത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമേ പല പല ഘട്ടത്തിലായിട്ട് നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് പല സമയത്താണ് എന്ന് പറഞ്ഞ് പല തിയറിസ്റ്റും കാണിക്കുന്നത്. പക്ഷേ എന്നും അവിടെ ഉണ്ടായിരുന്നു, സൊസൈറ്റിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതിന് വിസിബിലിറ്റി കിട്ടിയ സമയങ്ങൾ കണ്ടുപിടിച്ചത് പല പല ടൈമിലാണെന്ന് അങ്ങനെ മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ്. ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഹെട്രോസെക്ഷുവാലിറ്റിയിലേക്ക് എത്താനായിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റേജ് മാത്രമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റും നമ്മളുടെ ഇടയിലുണ്ട്. ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത് മെച്വേർഡ് ആവുന്ന പീരീഡ്, ആ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുൻപേ എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജ് മാത്രമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന രീതിക്കും കോൺസെപ്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന റൂട്ട് പിടിച്ച് മാത്രമാണ് ഹെട്രോസെക്ഷുവാലിറ്റിയിലേക്ക് കയറുന്നത് എന്ന് നമുക്ക് അവരുടെ തിയറീസ് പ്രകാരം നമുക്ക് പറയാം. പറഞ്ഞു വരുമ്പം ഈവൻ ഹെട്രോസെക്ഷുവാലിറ്റി ആയാലും ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷനാണ്. പല കൾച്ചറൽ മോഡൽസിൽ വരുമ്പോഴും ഈ ഹെട്രോസെക്ഷുവാലിറ്റീസിനും അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സിനും ചേഞ്ചസ് വന്നേക്കാം. ഇതേ സെയിം സർക്കംസ്റ്റാൻസസിൽ നിങ്ങൾ ഹോമോസെക്ഷുവാലിറ്റിയെ ഡീനാച്ചുറലൈസ് ചെയ്യുവാണെങ്കിൽ അതേ കാര്യം തന്നെയാണ് ഹെട്രോസെക്ഷുവാലിറ്റിക്കും ഉള്ളത്. പല കൾച്ചറിലും പല ഡെഫിനിഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സെക്ഷൽ ഐഡൻറ്റിറ്റിയെ ഡീനാച്ചുറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് സെൽഫ്. അതിന് യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രേറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഒരാൾക്ക് എങ്ങനെ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തോന്നുന്നോ, എങ്ങനെയാണ് അയാളെ തന്നെ സെൻസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും അയാളുടെ ഐഡൻറ്റിറ്റി. യു ഹാവ് നോ റൈറ്റ് ടു ഡീനാച്ചുറലൈസ് ഇറ്റ്. അതിനെ പ്രകൃതി വിരുദ്ധമായിട്ട് കണ്ടെത്താനോ അതിനെ ഡിഫൈൻ ചെയ്യാനോ നിങ്ങൾക്ക് യാതൊരുവിധ റൈറ്റും ഇല്ല. According to Halperin, heterosexuality and homosexuality are not merely categories of thoughts. അതിനെ ജസ്റ്റ് കാറ്റഗറീസ് ഓഫ് തോട്ട്സ് എന്നുള്ള രീതി മാത്രം കാണാതെ കാറ്റഗറീസ് ഓഫ് ഇറോട്ടിക് റെസ്പോൺസസ് എന്നുള്ള രീതിയിൽ കൂടി അതിനെ കൺസിഡർ ചെയ്യണം. അപ്പം ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിനെ പണ്ട് എങ്ങനെയാണ് കണ്ടിരുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് ഒരു നല്ലൊരു എങ്ങനെയാണ് അത് സ്വിച്ച് ചെയ്തത് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഇമ്മോറൽ അൺനാച്ചുറൽ ആയിട്ടുള്ള കാര്യം മാത്രമായിരുന്നു, അങ്ങനെയായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ അതിനെ ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന രീതിയിൽ നിന്നും അതിനെ ഒരു സെക്ഷൽ ആക്ട് എന്നുള്ള പേരിൽ മാത്രമായിരുന്നു അതിനെ കൺസിഡർ ചെയ്തിരുന്നത്. ഫീമെയിൽ ടു ഫീമെയിൽ, മെയിൽ ടു മെയിൽ, അങ്ങനെ ഒരു സെക്ഷൽ അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ മിയർലി അതിൻ്റെ ഒരു സെക്ഷൽ ആക്ട് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത്. അതൊരു ഐഡൻറ്റിറ്റി ആയിട്ടേ കൺസിഡർ ചെയ്തിട്ടില്ല. ആരോടാണ് ഈ സെക്ഷൽ അട്രാക്ഷൻ വന്നത് എന്നുള്ള കാര്യം മാത്രമായിരുന്നു അന്ന് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെക്ഷൽ ആക്ട്, ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് സെക്ഷൽ ഐഡൻറ്റിറ്റി. സെക്ഷൽ ആക്ട് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്തിൽ നിന്നും സെക്ഷൽ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയ ആ ഒരു ഷിഫ്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മറ്റൊരു തിയറിസ്റ്റ് ആയിട്ടുള്ള ഈവ് കൊസോവ്സ്കി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അത് നാച്ചുറലി നമ്മളുടെ ജനറേഷൻ ആയാലും നമ്മളുടെ മുന്നേ ഉള്ള ജനറേഷൻ ആയാലും ഉള്ളൊരു നോർമൽ തോട്ട് പ്രോസസ്സാണ്. അവർക്കൊരു ടെൻഡൻസി കാണും നമ്മളുടെ ജനറേഷനിൽ എന്താണ് പറഞ്ഞു വെക്കുന്നത്, ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ജനറേഷനിൽ എന്താണോ പറയുന്നത് അതാണ് ട്രൂത്ത്. അത് കഴിഞ്ഞുള്ള ജനറേഷനോ അതിന് മുന്നേ ഉള്ള ജനറേഷനോ പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പ്രസൻറ്റ് നോളജ് എന്താണോ അതാണ് ട്രൂത്ത് എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്.
സെർച്ച്വിക് തൻ്റെ എപ്പിസ്റ്റമോളജി ഓഫ് ദി ക്ലോസറ്റ് എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്നത് കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടോ ഹെട്രോസെക്ഷുവാലിറ്റീനെ പറ്റിയിട്ടോ ഉള്ള കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് കുറേയേറെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. ഒരു ലോജിക്കലി ഒരു ആംബിഗ്യൂട്ടി അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഹോമോ എന്നും ഹെട്രോസെക്ഷൽ എന്നും പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ ഭയങ്കര ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ മൈനോറിറ്റി ആയിട്ടുള്ള കാരണം മെയിൻ സ്ട്രീമിൽ മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിനെ ഒരു പ്രോബ്ലം ആയിട്ട് കാണത്തില്ലായിരുന്നല്ലോ. നിങ്ങളുടെ കണ്ണിൽ ഇത് മൈനോറിറ്റി ഗ്രൂപ്പാണ്. എന്നിട്ടും നിങ്ങൾ ഈ ഹോമോസെക്ഷൽ എന്ന് പറയുന്നൊരു കാര്യത്തിനെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് ഇഷ്യൂ ആയിട്ട് കണക്കാക്കുവാണ്. പക്ഷേ ഇത് കാണുന്നത് ഒരു ഹോൾ വേൾഡാണ്. ഈ ഹോൾ വേൾഡിൽ ഇതൊരു മൈനോറിറ്റി അല്ല. ഇതിനും അപ്പുറത്തേക്ക് പല പല സെക്ഷൽ ഐഡൻറ്റിറ്റീസും ഈ വേൾഡിലുണ്ട്. അപ്പോൾ ആ ഒരു വേൾഡിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ നിങ്ങൾ തന്നെ മൈനോറിറ്റൈസ് ചെയ്യുന്ന കൊച്ചു കാര്യങ്ങളെ വലിയ വലിയ ആക്റ്റീവായിട്ടുള്ള ഭയങ്കരമായ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം യൂണിവേഴ്സലൈസ് ചെയ്ത് നോക്കുമ്പം ഇത് വളരെ മൈനറായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങളതിനെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു പ്രശ്നമല്ല. ഒരാളുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി നിങ്ങളുടെ പ്രശ്നമല്ല. ഓൾസോ സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ രണ്ട് രീതിക്ക് കാണാം. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഐദർ ജെൻഡർ റോൾസ്, ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെ എടുത്തു കളയുന്ന രീതിയിൽ, അതിനെ ആ ഒരു ബോർഡർ ലൈനിനെ ബ്ലർ ചെയ്യുന്ന രീതിയിലായിട്ടും വേണമെങ്കിൽ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം സെക്സ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വേ ഓഫ് ബോണ്ടിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ജെൻഡർ റോൾസ് നമുക്ക് സൊസൈറ്റി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ഇതിനെയൊക്കെ എടുത്ത് കളയുന്ന രീതിയിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലാത്ത പക്ഷം സെയിം സെക്സ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സെയിം സെക്സിലുള്ള ആൾക്കാർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അവർക്കൊരു ഇമോഷണലി കണക്ഷൻ ഉണ്ടാവുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. എങ്കിലും ഒരു സിംഗിൾ ജെൻഡറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷനും ബോണ്ടിനെ കാണിക്കുന്ന രീതിയിലും ഇതിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇനിഷ്യലി എയ്ഡ്സ് വാസ് കൺസിഡേർഡ് ആസ് എ ഗേ ഡിസീസ്. അത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് വഴി കയറാം, ഓൾസോ അത് ഗെയ്സ് വഴിയും കയറാം. അങ്ങനെയാണ് എയ്ഡ്സിനെ കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഭയങ്കര മൈനോറിറ്റൈസ് ചെയ്താണ് എടുത്തത്. കാരണം ഗെയ്സിൻ്റെ അക്കോർഡിംഗ് ടു ദം ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റിയാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് അവർ കൺസിഡർ ചെയ്യേണ്ട ആൾക്കാരുമല്ല. അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരിലല്ല വരുന്നത്. അവർ മൈനോറിറ്റി കൂടെ ആകുമ്പോഴത്തേക്കും അവർക്ക് യാതൊരുവിധ കെയറും കാര്യങ്ങളും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് അതിനെ ഗേ ഡിസീസ് എന്ന് മാത്രമായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നീട് ഇത് ലെസ്ബിയനിസമായിട്ടും കണക്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ എങ്ങനെയാണ് സെയിം സെക്സ് റിലേഷൻഷിപ്പ് വഴി സ്ത്രീകളിൽ സെക്ഷലി ഇത് ട്രാൻസ്മിറ്റഡ് ആവുന്നത് എന്നുള്ള യാതൊരുവിധ ഇൻഫർമേഷനും അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നില്ല. അതിപ്പോഴും അൺനോൺ ആണ്. എങ്കിൽ കൂടി ലെസ്ബിയനിസമായിട്ട് ഇത് കണക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ലെസ്ബിയനിസമായിട്ട് എയ്ഡ്സിൻ്റെ സ്പ്രെഡിങ് കണക്ട് ചെയ്തതിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു അമേരിക്കൻ ലെസ്ബിയൻ മോട്ടോർ സൈക്കിൾ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവർ ബ്ലഡ് ബാങ്കിലേക്കുള്ള ഡൊണേറ്റ് ചെയ്യുന്നത് അത് പ്രിവെൻറ്റ് ചെയ്തു. അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ലീഡർ ഗെയ്സ്, ലെസ്ബിയൻസ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആർ ദ സോഴ്സ് ഓഫ് എയ്ഡ്സ് എന്ന് പബ്ലിക്കായിട്ട് അനൗൺസും ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുക എന്നതല്ലാണ്ട് അത് യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. നല്ലതായിട്ട് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞൊരു പോയിൻ്റാണ് എങ്കിൽ കൂടി അതിന് ക്ലാരിറ്റി ഇല്ലാത്തതിനാൽ സൊസൈറ്റിയിൽ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. അപ്പം ഗെയ്സും ലെസ്ബിയൻസും പ്രോസ്റ്റിറ്റ്യൂട്ട്സും ഈക്വലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് എയ്ഡ്സ് എന്നുള്ള രീതിയിലായി. പിന്നെ അതിൻ്റെ ഒരു നരേഷൻ എന്ന് പറയുന്നത്.